വഴിക്കടവിലെ പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് 15-കാരൻ മരിച്ച സംഭവത്തിൽ പ്രതി വിനീഷിനെതിരെ വനംവകുപ്പും കേസെടുത്തു. മൃഗവേട്ട നടത്തിയതിനാണ് കേസ്. 24 ബ്രേക്കിംഗ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, നേരത്തെ നരഹത്യാക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ വനംവകുപ്പും FIR ഇട്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, വനംവകുപ്പും വിനീഷിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതിൽ മൃഗവേട്ട നടത്തിയതിനാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അതായത് ബോധപൂർവം പന്നിയെ കെണിവെച്ച് പിടിച്ചു എന്നുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ, ഈ പോലീസിന്റെ നടപടികൾ കഴിഞ്ഞതിന് ശേഷം വനംവകുപ്പ് പ്രത്യേകം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും വനം ഭാഗത്തുനിന്നും വിനീഷിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. വിനീഷിനെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. മൃഗവേട്ട നടത്തിയതിനാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. വനംവകുപ്പിന്റെ കേസ് ആ തരത്തിലേക്കാണ്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് വിനീഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നതാണ്. പന്നിക്കണി വെച്ച് പന്നിയെ പിടികൂടിയത് വിൽപ്പന നടത്തുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കിലോയ്ക്ക് 200-300 രൂപ വരെ നിരക്കിൽ ഈ പന്നിയിറച്ചി വിൽക്കുക എന്നതൊക്കെയുള്ളതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ്. വിപിൻ, തുടരൂ. അതെ, അപ്പോൾ ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുജ, ഇത് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കേണ്ടത്. ക്രൈംബ്രാഞ്ച് ഇത് ഉടൻ ഏറ്റെടുക്കും. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പന്നിക്കണി വെച്ചതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുക. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അനുജ, അതാണ്. വനംവകുപ്പ് പ്രത്യേക കസ്റ്റഡി അപേക്ഷ കൂടി നൽകാൻ തയ്യാറെടുക്കുകയാണ്.